സൗഹൃദമൊക്കെ ഉണ്ട്. ഷാപ്പ് രണ്ടടിക്കാന്ന് തോന്നുന്നു. ആണല്ലേ? പ്രാവൻകൂട് നമ്മുടെ ഫാമിലിയാണ്. എല്ലാവരും ശ്രീരാജാണെങ്കിലും പ്രതാപേട്ടൻ ബേസിലെ എല്ലാവരുമായിട്ടും നല്ല ബേസിൻ്റെ കൂടെയാണ് കോംബോ കൂടുതൽ ചെയ്യാൻ പറ്റിയത്. ചെയ്ത സീനിയേഴ്സ് പുള്ളിയുടെ കൂടെയാണ്. ആ ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഒരു 5 പോലീസുകാരിൽ ഒരാളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ലൊക്കേഷനിൽ വളരെ എൻ്റർടൈൻമെൻ്റാണ്. നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ടർ പുതുമുഖ ഡയറക്ടറാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തത്. ഷാജി ക്യാമറ അത് തന്നെയാണ്. ഓരോ ഷോട്ടുകൾ കാണുമ്പോഴത്തേനും പ്രേക്ഷകരിങ്ങനെ മുൾമൂലയിൽ ഇരിക്കുവാണ്. സസ്പെൻസ് ആണോ, ത്രില്ലറാണോ, ക്രൈമാണോ ഒന്നും അറിയാം. പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ട്. കോമഡി ഉണ്ട്, പ്രണയമുണ്ട്, ഫാമിലി ഉണ്ട്, സൗഹൃദമൊക്കെ ഉണ്ട്. ഷാപ്പ് രണ്ടടിക്കാന്ന് തോന്നുന്നു. തുടക്കത്തൊട്ടിങ്ങനെ ഇരിക്കുമ്പോഴത്തേലും കൂടെ അപ്പുറത്തും ഇപ്പുറത്തിരുന്ന ഓഡിയൻസ് ഇരുന്നു. അപ്പോൾ അവർ ഇത് പറയുന്നത് കാരണം ടൈറ്റിൽ എഴുതുമ്പോൾ തൊട്ട് ആൾക്കാരെ പിടിച്ചിരുത്തുന്നുണ്ട്. ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ അവർ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ചില ആൾക്കാർ പറയില്ല ഗസ് ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിലേ അല്ല. കാരണം തുമ്പയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറാണ്, നമുക്കറിയാം. ആൾക്കാരെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. ആ ഒരു സാധനമുണ്ട്. പ്രേക്ഷകരായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഫാമിലിയായിട്ട് വന്ന് കാണണം. വാൻഡർഷിപ്പ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റി. അത് ഭാഗ്യമായി കാണുന്നു. കാരണം വിചാരിച്ചിരുന്നില്ല ആദ്യം സെലക്ട് ആവുമെന്ന്. അതിൽ സെലക്ടായി. പിന്നെ ഒരു അസിസ്റ്റൻറ്റ് പേരല്ലൂർ പ്രീമിയർ ലീഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ PPL വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്ത അസിസ്റ്റൻ്റ് ഉണ്ട്. അവർ ശ്രീരാജനോട് റെഫറൻസ് ചെയ്ത് അങ്ങനെ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും സെറ്റായി. ഭാഗ്യമാണെന്ന് കരുതുന്നു. അല്ല, ഞാനൊരു ഇൻ്റർനാഷണൽ മൂവിയിൽ പോലീസുകാരിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലാണ്. പക്ഷേ ആ സിനിമ നമ്മുടെ കേരളത്തിലോട്ട് വന്നിട്ടൊന്നുമല്ല. ഫെസ്റ്റിവൽ ബേസ് ചെയ്ത് ഒമാൻ ഇൻഡോ മൂവിയായിരുന്നു. പിന്നെ ഈ പടത്തിൽ ചെയ്യാൻ പറ്റി. നല്ല രസമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇനിയുണ്ടല്ലോ അവസരങ്ങൾ, ഇനിയുണ്ടല്ലോ. ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കട്ടെ. പിന്നെ പോലീസാണല്ലോ, അവർ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് നമ്മളൊന്നും പറയാനുള്ള ആൾക്കാർ വന്ന് കാണട്ടെ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒന്നുമില്ല. ബേസിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ശരിക്കും പോലീസാണോ തോന്നും. ഭയങ്കര ഇതായിട്ടെ ചെയറൊക്കെ മൂവ് ചെയ്ത് ഭയങ്കര പെട്ടെന്ന് പട്ടേന്ന് പറഞ്ഞാണ് പെർഫോമൻസ് കണ്ടു. ഞാനിങ്ങനെ ചെറുതായിട്ട് നോക്കിയില്ല. അപ്പോൾ ഓക്കെ അല്ലേ, ഓക്കെ ഭയങ്കര ഫണ്ണായിട്ടിരുന്നു. ആളുടെ ചിരി തന്നെയാണ് അത്. ശരിക്കും ലൊക്കേഷനിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ആൾക്ക് ബേസിൻ്റെ എല്ലാവർക്കും ഇഷ്ടം അതാണ്. പിന്നെ സൗബിക്കയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ആ സ്റ്റേഷൻ്റെ അകത്താണ്. ഷാപ്പ് സൈഡിലോട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസം പോയി, പിന്നീട് ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സൗബിക്ക ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് ചെയ്തു. നായിക അതുപോലെ തന്നെയാണ്. ചെമ്മീൻ സാറും ഒക്കെ എല്ലാവരും അങ്ങനെ തന്നെ. ഒത്തിരി സന്തോഷം. വർക്കുകളുണ്ട്, ഇനി പറയുന്നില്ല. സിനിമയല്ലേ, വെയിറ്റ് ചെയ്തിരിക്കുന്നു. വരട്ടെ അത് തന്നെയാണ് ആഗ്രഹം. അത് നിമിത്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാവരും ഓഡിയൻസ് വന്ന് കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ ഫാമിലി ആയിട്ട് വന്ന് കാണണം. താങ്ക് യു.